ഇതാണ് ആ കറി. കണ്ടോ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന പുട്ട് ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട്, ചെറുപയർ കറി, പിന്നെ പപ്പടം, പഴം, ഇത്രയും കൂട്ടിയ നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഒരു ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത്. പുട്ട് കഴിക്കാനുള്ള ഒരു ചെറുപയർ കറി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ എനിക്ക് ആദ്യം വേണ്ടത് ചെറുപയറാണ്. ഇതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. 2-3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്താം. എന്നാൽ ഇതിലേക്ക് പരിപ്പ് നന്നായി വെന്തുടയേണ്ട പരിപ്പാണ്. അതുകൊണ്ടാണ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് കുതിർത്തിയിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ 2 സവാളയാണത്. വലിയ സവാളയാണെങ്കിൽ ഒരു സവാള മതി. അതിങ്ങനെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചത്. പിന്നെ ചെറിയ 2 തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചു. അതും ഒരു വലിയ തക്കാളിയാണെങ്കിൽ ഒരു തക്കാളി മതി. പിന്നെ 2 പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി. പിന്നെ എരി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇടാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1.25 ടേബിൾ സ്പൂൺ ഉപ്പ്. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക്, മുളക്, മുളക്, കരിവേപ്പിൻ്റെ ഇല. പിന്നെ ഏകദേശം ഒരു അരമുറി, കഷ്ടി അരമുറി നാളികേരം ഉണ്ടാവുള്ളൂ. അതിൽ കുറച്ച് ജീരകം, ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ചിലപ്പോൾ നിങ്ങളുണ്ടാക്കുന്നതായിരിക്കാം, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം 1 കപ്പ് ചെറുപയറാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയപ്പോൾ ഇത്തിരി പൊന്തിയിട്ടുണ്ട് തോന്നുന്നു. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഉള്ളി, ഇതെല്ലാം നമ്മൾ കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ഡിഷായിട്ട് വരും. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണാണ് കേട്ടോ. 1.25 ടേബിൾ സ്പൂൺ ഉപ്പാണ്. പിന്നെ 1/2 സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചില്ലേ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം നമുക്ക് വേവിച്ച് ഉടയ്ക്കാനുള്ളതാണ്. ഇപ്പം കണക്ക് പറഞ്ഞാൽ ഒരു 1.25 കപ്പ് വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ടാകും. 1 കപ്പ് ചെറുപയറാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതെൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ, ഒഴിച്ച് കൊടുത്താൽ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മൾ കയ്യിൽ വെച്ച് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് കുക്കർ അടച്ച് വയ്ക്കാം. ഒരു 4-5 വിസിലടിച്ചോട്ടെ. കാരണം പയർ നന്നായിട്ട് വേണം. അപ്പോൾ ഒരു 5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഈ വിസിലടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ നാളികേരവും ജീരകം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് അരയണം, നന്നായി അരയ്ക്കണം കേട്ടോ. അരച്ചെടുത്തിട്ട് വരാം. അപ്പോഴേക്കും കുക്കറിൽ കടന്ന് ചെറുപയർ വേവട്ടെ. നമ്മളിതാ കുക്കർ തുറന്നു. അപ്പോൾ ഒന്നും കൂടിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കുഴയാനുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെ ചെറുപയർ അധികം വേവില്ലാത്ത ചെറുപയറാണെങ്കിൽ ഇപ്പോൾ ഈ 5 വിസിലടിക്കുമ്പോൾ തന്നെ അത് കുഴഞ്ഞിട്ടുണ്ടാവും. എന്നാലും കൂടി നമ്മളൊന്ന് മഗ് വെച്ചിട്ട് അതിനെ ഒന്നും കൂടി ഉടച്ചു കൊടുക്കുക. ഇനി മഗ്ഗില്ലെങ്കിൽ കയ്യിലോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉടയ്ക്കാം. നന്നായി ഉടച്ചിട്ട് കണ്ടോ, ഈ ഉള്ളിയും തക്കാളിയൊക്കെ അതിലിങ്ങനെ മിക്സ് ആകുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. നമ്മൾ നാളികേരം അരയ്ക്കുമ്പോൾ ജീരകം 1/4 സ്പൂൺ ജീരകം ഇട്ട് അരയ്ക്കണം പറഞ്ഞില്ലേ. അപ്പോൾ നമ്മൾ 2 പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളകും കൂടി ഈ നാളികേരത്തിൻ്റെ കൂടെ ഇട്ടിട്ട് വേണം അരയ്ക്കാൻ. അരച്ചിട്ട് ആ മിക്സിയിലെ ജാറൊന്ന് കഴുകിയെടുത്ത് കൊടുക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ വേറൊരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചു, അത് ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചില്ലേ കടുക്, 1/4 സ്പൂൺ കടുക് ഇട്ടില്ലേ, ആ കടുക് എന്തൊക്കെ ഇടുക. ആ കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമ്മൾ എടുത്ത് വെച്ച
2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കരിവേപ്പിൻ്റെ ഇല കഴുകി വെച്ചിട്ട് അത് പിടിക്കുക. എന്നിട്ട് ഗ്യാസ് ഒന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞ് വെച്ചില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഇടുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇതിൽ സവാളയാണ് ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇടാറില്ല. വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വേവിക്കുമ്പോൾ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളിത് വറക്കുന്ന സമയത്ത് 2 അല്ലി വെളുത്തുള്ളി എടുത്ത് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞിട്ട് ഇതിലിട്ട് കൊടുത്ത് വറക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ചുവന്ന കളറാകുന്ന വരെ വറുത്ത് കൊടുക്കുക. ഉള്ളി നന്നായി പുറത്ത് വന്നാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചെറുതായി വെച്ചിട്ട് ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഉള്ളിയും കരിവേപ്പിൻ്റെയും മുളകും എല്ലാം കൂടി ഇതിലേക്ക് നന്നായി ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗ്യാസ് ഇപ്പോൾ സിമ്മിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചില്ലേ 1/4 സ്പൂൺ ജീരകം, 2 പച്ചമുളക്, തേങ്ങ നന്നായി നൈസായി അരച്ചതാണ്. ഇത് മിക്സിയുടെ ജാറായി നിന്ന് കഴുകിയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പുട്ട് കഴിക്കാനാണ്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒഴിക്കണത് ചൂടുവെള്ളമാണ്. വെള്ളം ചൂടാക്കി വെച്ചതാണ്. പച്ചവെള്ളം പിന്നെ കറിയിലേക്ക് നമ്മൾ ഒഴിക്കാൻ പാടില്ല. ചൂടുവെള്ളം ഒഴിക്കാൻ പാടുന്നു. അപ്പോൾ അതൊന്ന് തള വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി ഓഫ് ചെയ്യാം. കാരണം ഒരുപാട് ചൂടാവേണ്ട കാര്യമില്ല. കാരണം പുട്ട് കഴിക്കാൻ കാരണം ഇത്ര വെള്ളം വേണം. പിന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം സ്വാഭാവികമായിട്ട് ഒന്നും കൂടി വറ്റി കറി കുറുകി പോകും. ഒരു 2 തള വരട്ടെ. തള വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തിളച്ചാൽ മതി. ഇനി ഇത് ഞാനൊരു 5 മിനിറ്റ് അടച്ച് വയ്ക്കും. അടച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വേറെ പാത്രത്തിലാക്കിയിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ കറി 5 മിനിറ്റ് കഴിഞ്ഞു. ഇതാ വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് ആ കറി. കണ്ടോ, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കറിയിൽ. ഇത്രയല്ലേ വേണ്ട നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ. കുറച്ചും കൂടി വെള്ളം വേണമെന്നുള്ളതായിരുന്നത് അപ്പം നമ്മൾ ഒഴിച്ചപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കായിരുന്നു. എനിക്ക് ഈ വെള്ളം മതി. അപ്പം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കൂട്ടി കഴിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന പുട്ട് ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ട്, ചെറുപയർ കറി, പിന്നെ പപ്പടം, പഴം, ഇത്രയും കൂട്ടി നല്ലൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടാക്കണത്, അതല്ല നിങ്ങൾ വേറെ രീതിയിലാണോ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ അതേപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.